ഹലോ, ഇന്ന് നമ്മൾ എടപ്പാളിൽ വർക്കിന് വന്ന കേട്ടോ. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ നമ്മളുടെ ഈ വീടിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഈ വീടിൻ്റെ വീടെന്ന് പറഞ്ഞാൽ എ ഫ്രെയിം കേട്ടോ. ഇതിൻ്റെ വർക്ക് ഇതുവരെ എന്നുള്ളതൊന്ന് കാണിച്ചു തരാം. ഇതുവരെ വന്നു കഴിഞ്ഞപ്പോൾ കാണാതെ പോകുന്നത് മോശമല്ലേ. ഇത് ഒരു ഫാം ഹൗസായിട്ട് സ്റ്റാർട്ട് ചെയ്തേക്കുന്ന കേട്ടോ. അപ്പോൾ ഈ രീതിക്കാണ് ഇതിൻ്റെ ഫ്രണ്ടേജ് വരുന്നത്. ഫ്രണ്ടിലൂടെ കയറാനുള്ള സ്പേസ് വളരെ കുറവാണ്. ഇതിനകത്ത് നമ്മുടെ ഷീറ്റ് കൊടുത്തിരിക്കുന്നത് സാധാ GI ഷീറ്റ് തന്നെ കേട്ടോ. സാധാ GI ഷീറ്റ് തന്നെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ GI ഷീറ്റിൻ്റെ ഉള്ളിൽ പനമ്പ് എന്നല്ല പറയുന്നത്, പനമ്പാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ മറ്റേ തെർമോക്കോൾ കൊടുത്തിട്ടുണ്ട്. അതായത് സ്പോഞ്ച് തെർമോക്കോളും ഷീറ്റും ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം ചൂട് തീരെ കുറവാട്ടോ. തീരെ കുറവെന്നല്ല, ചൂടില്ലാന്ന് തന്നെ വേണേൽ പറയാം. ഈ കാണുന്നത് ഈ വീടിൻ്റെ സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ ലിവിങ് കാര്യങ്ങളായിട്ട് അങ്ങനെ കയറും. നമുക്ക് ഉള്ളിലേക്ക് കയറാം കേട്ടോ. സിറ്റ് ഔട്ടിലേക്ക് കയറിയിട്ട് ഇത് ലിവിങ്. വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫുള്ള് പനമ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പനമ്പ് വന്നിട്ട് അങ്കമാലിയിൽ നിന്നാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. ഇതല്ല, ഇത് പനമ്പ്. ഇത് ഇങ്ങനെ ഒരു സെറ്റാണ് കേട്ടോ. പനമ്പും തെർമോക്കോളും ഷീറ്റുമായിട്ട് ഇതിങ്ങനെയൊരു സെറ്റാണ്. ഫുള്ള് വി ബോർഡിലാട്ടോ പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത്. ഇത് വി ബോർഡ്. ഇത് ലിഫ്റ്റാണ്. ഇത് മുകളിലത്തെ നിലയിലേക്ക് മറ്റേ സാധനങ്ങൾ കയറ്റാൻ വേണ്ടിയിട്ടുള്ള ലിഫ്റ്റ്. അതായത് ഇത് ഒരു കാർഷിക ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഗോഡൗണ്, ഒരു ഔട്ട് ഹൗസ്, ഫാം ഹൗസ് എന്നൊക്കെ പറയാം. ഈ ഡോറൊക്കെ ചെയ്തിരിക്കുന്നത് ഫുൾ നമ്മളുടെ CNC കട്ടിങ് ഉണ്ടല്ലോ, മെറ്റൽ CNC കട്ടിങ്, അതിൻ്റെ വേസ്റ്റ് ഉപയോഗിച്ചിട്ടാട്ടോ ഈ ഡോറിൻ്റെ പാർട്ടീഷനൊക്കെ കൊടുത്തിരിക്കുന്നത്. നല്ലത്. ഇതെല്ലാം ഇത് കത്തിയുടെ ഷേപ്പാണ്, കത്തിയുടെ കട്ട് ചെയ്താണ്. പിന്നെ സൈഡിലെല്ലാം ഇതുപോലെ വലിയ ഡോറുകൾ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം അരിയും നെല്ല് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം, അതൊരു വളം, ഇതൊക്കെ കയറ്റാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. അതിൽ ഈ സൈഡ് എല്ലാ സൈഡുകളിലൂടെയൊക്കെ ആ രീതിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ മുകളിലേക്ക് ഒരു സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. മുകളിൽ വാട്ടർ ടാങ്ക് കാര്യങ്ങളുണ്ട്. മുകളിൽ പക്ഷേ സീലിംഗ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഫുൾ ഓപ്പണാണ്. അതുകൊണ്ട് അത്യാവശ്യം ചൂട് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതാണ് ഇവിടുത്തെ കിച്ചണും നമ്മുടെ കിച്ചൺ ചെയ്തേക്കുന്ന പോലെ തന്നെ ഫ്രെയിം അടിച്ചിട്ടാണ് ഗ്രാനൈറ്റ് ഇട്ട് ചെയ്തിരിക്കുന്നത്. കിച്ചൻ്റെ ഒക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിനകത്ത് ഇത് ജസ്റ്റ് റൂം പോലെ കൊടുത്തിട്ട് മറ്റേ ഹിന്ദിക്കാർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട്, പണിക്കാർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇത് അന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെയൊക്കെ തിണ്ട് പോലെ കിടക്കുമായിരുന്നു കേട്ടോ. ഇപ്പോൾ അവിടെ ഫുള്ള് പച്ചക്കറി വെച്ച് പിടിപ്പിച്ചേക്കാണ്. തക്കാളിയുണ്ട്, വെണ്ടയുണ്ട്, വഴുതനയുണ്ട്, അങ്ങനെ പച്ചക്കറിയാണ് ഫുള്ളായിട്ട്. പിന്നെ ഈ കാണുന്നതാണ് ബാത്റൂം. ഈ ഒരു ബാത്റൂമേ ഉള്ളൂ കേട്ടോ ഇവിടെ. അതിൻ്റെ ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ബാത്റൂമും നമ്മൾ ചെയ്തിരിക്കുന്ന പോലെ തന്നെ, മുകളിലത്തെ ബാത്റൂം ചെയ്തിരിക്കുന്ന പോലെ വി ബോർഡിൽ തന്നെയാണ് ഈ ബാത്റൂമും ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഷീറ്റ് ഇതേപോലെ ഗ്യാപ്പ് ഇട്ടിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ചൂട് അത്രത്തോളം നമുക്ക് കുറഞ്ഞു കിട്ടും. ഈ കാണുന്നതൊക്കെ മുളകാണ് കേട്ടോ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. പിന്നെ ഈ കാണുന്നതാണ് ഇവരുടെ തൊഴുത്ത്. ഇതിനകത്ത് ഉള്ള പശുക്കൾ വെച്ചൂർക്കുള്ളന്മാരേ ഉള്ളൂ കേട്ടോ. വേറെ നമ്മുടെ നാടൻ പശു അല്ലെങ്കിൽ വേറെ ഹൈബ്രിഡ് പശുക്കളോ ഒന്നുമില്ല. അപ്പോൾ ചന്ദ്രൻ മാഷിൻ്റെ ആണ് ഈ സ്ഥാപനമല്ല, ഈ സംരംഭം. പിന്നെ ഇവിടെ കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളും ഉണ്ട്. ഇതിനെയും ഫുള്ള് നെറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വിട്ടേക്കുകയാണ്. കൂടുണ്ട്, എന്നാൽ അവർക്ക് കൂട്ടിൽ നിന്ന് പുറത്തോടെ ഇറങ്ങി നടക്കുകയും ചെയ്യാം. പിന്നെ സൈഡിൽ കൂടെ എല്ലാം ഫുള്ള് പച്ചക്കറി കാര്യങ്ങളെല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ചാക്കുകളിലാക്കിയിട്ട്. ഈ കിണർ 2005 കുഴിച്ച കിണറാന്ന് പറഞ്ഞത്. അപ്പോൾ ഇതുവരെ വെള്ളം പറ്റിയിട്ടില്ല. തൊട്ട് താഴെ ഫുള്ള് പാടമായതുകൊണ്ട് ഇതുവരെ വെള്ളത്തിന് ഒരു ക്ഷാമം വന്നിട്ടില്ല കേട്ടോ.
ഇത് വീടിൻ്റെ സൈഡിൽ നിന്നുള്ള വ്യൂ ആട്ടോ. സൈഡിലെല്ലാം ഫുള്ളായിട്ട് വാതിലുകൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. രണ്ട് സൈഡിലും മറ്റേ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, രണ്ട് സൈഡിലും ഫുള്ളായിട്ട് വാതിലുകളുണ്ട്. ആ നടുവിലൂടെയുള്ള ഗ്യാപ്പ് ലിഫ്റ്റിലേക്കുള്ളതാണ്. അപ്പോൾ അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ വളം ഇല്ലെങ്കിൽ നെല്ല് അങ്ങനെയുള്ള സാധനങ്ങൾ കയറ്റാനും ഇറക്കാനും ഒക്കെ സൗകര്യത്തിനാണ് ഫുള്ളായിട്ട് ഡോറ് കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ കേരളത്തിലും പലയിടങ്ങളിലായിട്ട് ഇതുപോലെയുള്ള എ ഫ്രെയിം വീടുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് എ ഫ്രെയിം വീടുകളെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. അതേപോലെ നിങ്ങൾക്ക് എ ഫ്രെയിം വീടുകളെക്കുറിച്ച് എന്തെങ്കിലും കൂടുതൽ അറിയുമെങ്കിൽ അതുകൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മളുടെ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി നമുക്ക് ചിലപ്പോൾ അടുത്ത വർക്കിന് ഈ ഏരിയയിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഫുള്ള് വർക്ക് തീർന്നിട്ടുണ്ടാവുമെന്ന് നമുക്ക് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. വീണ്ടും കാണാം. അതായിരിക്കും. ബൈ ബൈ. താങ്ക് യു.